നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ബൂണ്ടസ്ലിഗയിൽ വെച്ച് നടന്ന മത്സരത്തിൽ വിജയം നേടാൻ സാബി അലോൺസോയുടെ ബയർ ലെവർക്യൂസന് സാധിച്ചിട്ടുണ്ട്. ആവേശകരമായ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു തിരിച്ചുവരവും അതുവഴി വിജയവുമാണ് ബയർ ലെവർക്യൂസൻ നേടിയിട്ടുള്ളത്. അതായത് മത്സരത്തിന്റെ 33-ാമത്തെ മിനിറ്റിൽ ഹോഫൻഹെയിം ലീഡ് കരസ്ഥമാക്കുകയായിരുന്നു. തുടർന്ന് 88-ാമത്തെ മിനിറ്റ് വരെ ബയർ ലെവർക്യൂസൻ പിറകിലായിരുന്നു, തോൽവി മുന്നിൽ കണ്ടിരുന്നു. പക്ഷേ 88-ാമത്തെ മിനിറ്റിൽ റോബർട്ട് ആൻഡ്രിച്ച് ബയർ ലെവർക്യൂസന് വേണ്ടി സമനില ഗോൾ നേടി. അവിടം കൊണ്ട് തീർന്നില്ല. 91-ാമത്തെ മിനിറ്റിൽ പാട്രിക് ഷിക്ക് കൂടി ബയർ ലെവർക്യൂസന് വേണ്ടി ഗോൾ നേടുകയായിരുന്നു. അതോടുകൂടി ബയർ ലെവർക്യൂസൻ ആവേശകരമായ ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് വിജയം പിടിച്ചെടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല അവരുടെ ആ ഒരു സ്ട്രീക്ക് ഇപ്പോഴും തുടരുകയാണ്. അതായത് 38 മത്സരങ്ങളിൽ അപരാജിത കുതിപ്പാണ് ഇപ്പോൾ ബയർ ലെവർക്യൂസൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബുണ്ടസ്ലിഗ സീസണിൽ ഒരു തോൽവി പോലും ബയർ ലെവർക്യൂസൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏവരെയും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം ഇന്നലെ ബുണ്ടസ്ലിഗയിൽ നടന്ന മറ്റൊരു ക്ലാസിക്കോ മത്സരത്തിൽ ബയേൺ മ്യൂണിക്കിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. എതിരാളികളായ ബൊറൂസിയ ഡോർട്ട്മുണ്ട് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബയേണിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ 10-ാം മിനിറ്റിൽ കരീം അഡയാമി ലീഡ് നേടിക്കൊടുത്തു ബൊറൂസിയക്ക്. പിന്നീട് 83-ാമത്തെ മിനിറ്റിലാണ് റയേഴ്സന്റെ ആ ഒരു ഗോൾ വരുന്നത്. അങ്ങനെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബയേൺ മ്യൂണിക്ക് ഇപ്പോൾ തോൽവി രുചിച്ചിട്ടുള്ളത്. ഇതോടുകൂടി പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ലെവർക്യൂസൻ തന്നെ തുടരുകയാണ്. 27 മത്സരങ്ങളിൽ നിന്ന് 73 പോയിന്റാണ് ലെവർക്യൂസന് ഇപ്പോൾ ഉള്ളത്. അതേസമയം 27 മത്സരങ്ങളിൽ നിന്ന് 60 പോയിന്റുള്ള ബയേൺ 2-ാം സ്ഥാനത്താണ്. അതായത് 13 പോയിന്റിന്റെ വ്യക്തമായ ലീഡ് ഇപ്പോൾ ഇവിടെ ബുണ്ടസ്ലിഗയിൽ ബയർ ലെവർക്യൂസൻ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ ബയേണിന്റെ പരിശീലകനായ തോമസ് തുഷേൽ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇനി തനിക്ക് ബുണ്ടസ്ലിഗയിൽ ഒരു കിരീട പ്രതീക്ഷയില്ല, അത് അസ്തമിച്ചു കഴിഞ്ഞു, ബയേണിന് കിരീടം ലഭിക്കില്ല, 13 പോയിന്റിന്റെ ലീഡ് ബയർ ലെവർക്യൂസൻ ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ മത്സരശേഷം ബയേണിന്റെ പരിശീലകനായ തോമസ് തുഷേൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സാബി അലോൺസോയും സംഘവും ഇപ്പോൾ അതിവേഗം ജർമ്മൻ ലീഗ് കിരീടത്തിലേക്ക് കുതിച്ചു പായുകയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.